പ്രാദേശികമായിട്ടുള്ള വിലയിരുത്തലുകൾ പൂർത്തിയായി. ഞങ്ങൾ അവസാനവട്ട കണക്കുകളും പരിശോധിച്ചു. ഇത്തവണ NDA പാലക്കാട് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നല്ല ഭൂരിപക്ഷത്തിൽ, മികച്ച ഭൂരിപക്ഷത്തിൽ 23-ാം തീയതി രാവിലെ കൃഷ്ണകുമാർ കേരള നിയമസഭാ സാമാജികനായി തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാ കണക്കുകളും ഇത്തവണ NDAക്ക് അനുകൂലമാണ്. ജനങ്ങളുമായിട്ട് ബന്ധമുള്ളവരാരും ഈ വസ്തുതയെ നിരാകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ എന്താണോ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചത്, എന്തായിരുന്നു ഞങ്ങളെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുമായിട്ട് ഞങ്ങൾ സംവദിക്കാൻ നിശ്ചയിച്ചത്, അത് മുഴുവനായിട്ടും ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ കഴിഞ്ഞു. വോട്ടർമാരെ ആവേശത്തോടുകൂടി BJP അനുകൂല വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു. UDF-നും LDF-നും അവരെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗത്തെ പോളിംഗ് ബൂത്തിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മൊത്തത്തിലുള്ള പോളിംഗ് പെർസെൻറ്റേജിൻ്റെ കുറവ് കാണിക്കുന്നത്. അതേസമയം BJPക്ക് അനുകൂലമായിട്ട് വരേണ്ട കേന്ദ്രങ്ങളിലെല്ലാം മികച്ച പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ കിട്ടും. മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ കഴിഞ്ഞ തവണ UDF-ഉമായിട്ടുണ്ടായിരുന്ന ഡിഫറൻസിനേക്കാൾ ഒരിരട്ടി അധികം ഡിഫറൻസ് ഇത്തവണ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത്തവണ ആധികാരികമായ വിജയം നേടുന്നു ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചപ്പോൾ തന്നെ, ഇപ്പോഴും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. ഇത്തവണ NDA ആധികാരികമായിട്ടുള്ള വിജയം പാലക്കാട് നേടും. അല്ല, അതിന് കാരണമുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. അത് ജനങ്ങളുടെ പൾസ് അറിയാമല്ലോ. ഞങ്ങൾ ബൂത്തിലൊക്കെ പോയിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ലല്ലോ. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ലല്ലോ. പരിചയമില്ലാത്ത ആൾക്കാർ പല കാര്യങ്ങളും പറയും. വോട്ടർമാരെ നേരിട്ട് പരിചയമുള്ള കാൻഡിഡേറ്റാണ്. ശരിയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നടന്നത്. CPM അങ്ങനെ തൃശ്ശൂരും പറഞ്ഞതാണ്, എല്ലായിടത്തും പറഞ്ഞതാണ്. CPM പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? CPM തന്നെ ഇവിടെ 4 തട്ടിലായിരുന്നില്ലേ? നിങ്ങൾ അതൊന്നും കണ്ടില്ലല്ലോ. ബാലൻ ഒന്ന് പറയും, കൃഷ്ണദാസ് വേറെ ഒന്ന് പറയും, ജില്ലാ സെക്രട്ടറി വേറെ ഒന്ന് പറയും, രാജേഷ് വേറൊന്ന് ചെയ്യും. ഇങ്ങനെയൊരു ഒരു അലമ്പ് പാർട്ടി ഇത് ഞാൻ CPM-ന് ഇന്നേ വരെ കണ്ടിട്ടില്ല. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഒരാൾ പൊളിക്കാൻ കിടക്കുമ്പോൾ ഒരാൾ നേരെയാക്കാൻ പോകും. MP രാജേഷ് ഒന്ന് പറയും, അതിനെ പൊളിക്കാൻ ബാലൻ വേറൊന്ന് പറയും. പിറ്റേ ദിവസം ജില്ലാ സെക്രട്ടറി ഒന്ന് പറയും, കൃഷ്ണദാസ് അപ്പോഴേക്ക് എവിടെന്നെങ്കിലും ഒന്ന് വന്ന് വേറൊന്ന് പറയും. ഇതുപോലത്തെ ഒരു അലമ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണം LDF-ൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ നമുക്ക് 23-ാം തീയതി നിങ്ങൾ അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്നവരല്ലേ, നമുക്ക് അടുപ്പ് കൂട്ടാം 23-ാം തീയതി. അല്ല, ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ പറഞ്ഞ കാര്യം അത് അതേപടി 23-ാം തീയതി വരെ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ എന്താ UDF-നെ ജയിപ്പിച്ച് നിങ്ങൾ അതിനുവേണ്ടി കുറേ ശ്രമം നടത്തി. നിങ്ങൾക്ക് എന്തോ വിഷമമുള്ളതുപോലെ. UDF ജയിക്കാൻ പോകുന്നില്ല. ഇന്നലെ ജില്ലാ അധ്യക്ഷൻ വോട്ടുമായി ബന്ധപ്പെട്ട അവസാന ഘട്ടത്തിൽ വലിയ തർക്കമുണ്ടായിരുന്നു. ജില്ലാ അധ്യക്ഷനെ തടയുമെന്ന് പറഞ്ഞിരുന്നു, സംരക്ഷണം ഒരുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹം വന്നില്ല. എന്തുകൊണ്ടാണ്? അതൊക്കെ നിങ്ങൾ വിരിച്ച വല. നോക്കൂ, ഞാൻ നോക്കുമ്പോൾ ഏഷ്യാനെറ്റിൻ്റെ 2 റിപ്പോർട്ടർമാർ, കൃഷ്ണകുമാറെ, മീഡിയ വണ്ടെ 4 റിപ്പോർട്ടർമാർ, മലയമ്മയുടെ 2 ആൾ, ഇവരെല്ലാം വന്നിട്ട് ആ ബൂത്തിൽ നിൽക്കുക രാവിലെ മുതലേ. UDF വോട്ടർ ഇതിങ്ങനെ ഹരിദാസ് വോട്ട് ചെയ്താൽ വൈകുന്നേരം 6 മണി വരെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഞങ്ങൾക്കുണ്ട്. അതെ, സജി ചെറിയാൻ അന്നേ ഞങ്ങൾ പറഞ്ഞില്ല, അദ്ദേഹം രാജിവെച്ച് അദ്ദേഹത്തിന് ഇപ്പോഴും അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല. ഭരണഘടനയെതിരായിട്ട് സംസാരിച്ചതിൻ്റെ പേരിൽ സജി ചെറിയാൻ രാജിവെക്കണം. ഇപ്പോൾ കോടതി വിധി തിരിച്ചടിയാണ്.